ഹലോ, കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് ജെഇ ആസ്പിറൻസ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എക്സാൻവൈ ലേണിംഗ് കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത ജെഇ സ്പ്രിന്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമും അതിലുള്ള ടെസ്റ്റ് സീരീസും. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസും പ്ലാറ്റ്ഫോമുമാണ് നമ്മുടെ ജെഇ സ്പ്രിന്റ് എന്ന് പറയുന്നത്. ഈ വർഷം അത് എന്തുകൊണ്ട് ഇത്ര ഡിലേ ആയി എന്നുള്ളത് ഒരുപാട് പേര് പേഴ്സണലി ഫോണൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ജെഇ സ്പ്രിന്റ്. അതായത് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് അഡാപ്റ്റീവ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് എക്സാംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രാക്ടീസ് സെഷൻസ് ചെയ്യാൻ പറ്റുന്നതും അതിൻ്റെ കൂടെ തന്നെ മറ്റൊരുപാട് കുട്ടികളുടെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസിൽ പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം വെറും ഒരു ടെസ്റ്റ് സീരീസ് അല്ല, നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അഡാപ്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം വരും, നിങ്ങൾ സോൾവ് ചെയ്യുന്നതിനനുസരിച്ച് ഡിഫിക്കൽട്ടി ലെവൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡാപ്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പെർഫോമൻസ് റിപ്പോർട്ടുകൾ കിട്ടും. 80,000+ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ഹ്യൂജ് ക്വസ്റ്റ്യൻ ബാങ്കാണ് ഈ ജെഇ സ്പ്രിന്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലുള്ളത്. കസ്റ്റമൈസബിൾ ടെസ്റ്റ് നിങ്ങൾക്ക് ജെഇ മെയിൻ മോഡലിലോ ഇനി അതല്ല നീറ്റിൻ്റെ മോഡലിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സ്വന്തമായിട്ട് എക്സാമുകൾ എഴുതാം. പോരാത്തതിന് ടൈംഡ് പ്രാക്ടീസ് സ്റ്റിമുലേറ്റിംഗ് റിയൽ ടെസ്റ്റുകളുണ്ട്. എന്ന് വെച്ചാൽ പ്രാക്ടീസ് സെഷൻസിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യനും ചെയ്യാൻ എടുക്കുന്ന സമയവും നിങ്ങൾക്ക് ഓണാക്കി വെച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ലീഡർ ബോർഡ് ടു ട്രാക്ക് യുവർ പ്രോഗ്രസ്. ഇങ്ങനെ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ജെഇ സ്പ്രിന്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ വർഷം 2026 ജെഇ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ജനുവരി ആൻഡ് ഏപ്രിൽ 2 എക്സാമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റ് സീരീസ് ഇത് അനൗൺസ് ചെയ്യുകയാണ്. 2026 ആസ്പിറൻസിന് വേണ്ടി ടോട്ടൽ 24 എക്സാമുകളാണ് ഇതിലുണ്ടായിരിക്കുക. 4 പാർട്ട് ടെസ്റ്റുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ 10 ഫുൾ മോഡൽ എക്സാമുകൾ ഉണ്ടാകും ഫോർ ജനുവരി സെഷൻ. അത് കഴിഞ്ഞ് അഗെയിൻ 10 ഫുൾ മോഡൽ എക്സാമുകൾ ഏപ്രിൽ സെഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 24 എക്സാമുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പങ്കെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഡേറ്റുകൾ നമുക്ക് നോക്കാം. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന ഒക്ടോബർ 31. 2 വീക്സ് മാത്രമേ സമയമുള്ളൂ. ഒക്ടോബർ 31 നമ്മുടെ ഫസ്റ്റ് പാർട്ട് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അണ്ടർസ്റ്റുഡ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആയിട്ടുള്ള ഫ്രൈഡേ മുതൽ ക്ലോസിംഗ് ഡേറ്റ് ആയിട്ടുള്ള സൺഡേ 3 ദിവസം ഒരു വിൻഡോ ഉണ്ടായിരിക്കും. ആ 3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതണം. എന്തെങ്കിലും എഴുതാൻ വേണ്ടി മാറ്റി വെച്ചതുകൊണ്ട് ഒരു ടെസ്റ്റ് സീരീസിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഈ ഷെഡ്യൂളിൻ്റെ കൂടെ പഠിച്ച് വന്ന് എഴുതി കഴിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. അതുകൊണ്ട് 3 ദിവസത്തെ വിൻഡോ ഉണ്ട്. ആ 3 ദിവസത്തിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നവംബർ 5 നമ്മൾ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇതിൽ ഒരുപാട് കുട്ടികൾ, പുറത്തുള്ള കുട്ടികളടക്കം, കേരളത്തിന് പുറത്തുള്ള കുട്ടികളടക്കം ജോയിൻ ചെയ്യുന്ന ഒരു ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് ആയിരിക്കും ഇത്. പാർട്ട് ടെസ്റ്റ് 2 നവംബർ 7 അത് ഉണ്ടായിരിക്കുക, എല്ലാ ഫ്രൈഡേകളിലും. അപ്പോൾ ഇനീഷ്യലി നമ്മൾ എക്സാമുകളെല്ലാം വീക്ക്ലി 1 എന്നുള്ളൊരു ഫ്രീക്വൻസിയിലാണ് മൂവ് ചെയ്യുന്നുണ്ടാവുക. നവംബർ 7 നവംബർ 9 കംപ്ലീറ്റ് ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. നവംബർ 12 അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അങ്ങനെ പാർട്ട് ടെസ്റ്റ് 3ഉം 4ഉം കഴിയുമ്പോഴത്തേക്കും നമ്മൾ നവംബർ 23 എത്തിയിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ മോഡൽ എക്സാമുകളുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യും. നവംബർ 28 ആദ്യത്തെ ഫുൾ മോഡൽ എക്സാം. ആൻഡ് നവംബർ 30 തന്നെ അത് ക്ലോസ് ചെയ്യും. ഡിസംബർ 3 അതിൻ്റെ റിസൾട്ട് വരും. അങ്ങനെ ഫുൾ മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് ഡേറ്റുകൾ കാണാം. ഡിസംബർ 5, 12, 19, 26 എന്തുണ്ട്, ഫുൾ മോഡൽ എക്സാമുകളുണ്ട്. അത് കഴിഞ്ഞ് ജനുവരി 2 അഗെയിൻ അടുത്ത ഫുൾ മോഡൽ, ജനുവരി 7, 9, 14, 16. അപ്പോൾ ജനുവരിയിൽ നമ്മൾ വീക്ക്ലി 2 എക്സാംസ് വെച്ച് എഴുതും. അതുവരെ വീക്ക്ലി 1 ഫുൾ മോഡൽ എക്സാംസ് വെച്ചിട്ടായിരിക്കും എഴുതുന്നുണ്ടാവുക. ഇത് ആക്ച്വലി എല്ലാവരും എഴുതുന്ന എക്സാമുകളാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്തുകൊണ്ട് സ്വന്തമായിട്ട് എക്സാമുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് മാത്രം സെലക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇതൊക്കെ പാരലലി നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ഏത് ടോപ്പിക്സ് ആണോ ഫോക്കസ് ചെയ്യുന്നത് അതിൽ തന്നെ അഡീഷണൽ വർക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ജനുവരി സെഷൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാണ്, ഏപ്രിൽ സെഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അഗെയിൻ അടുത്ത 10 ഫുൾ മോഡൽ എക്സാമുകളുടെ ഷെഡ്യൂളാണ് ഈ കാണുന്നത്. ഫെബ്രുവരി 6 തുടങ്ങിക്കഴിഞ്ഞാൽ 13, 20, 27, പിന്നെ മാർച്ച് 6, 13, 18, 20, 25, അത് കഴിഞ്ഞ് മാർച്ച് 27. കാരണം ഏപ്രിൽ 1 മുതൽ ജെഇയുടെ സെഷൻ 2 വരും. അപ്പോൾ ഇതിനിടയിൽ +2ൻ്റെ മാർക്ക്, +2ൻ്റെ എക്സാം ഉള്ളവരൊക്കെ ഉണ്ടാവാം. പക്ഷേ അതൊക്കെ നമുക്കറിയാം, ജെഇ ആണ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ +2 എക്സാം വാലിഡി അവിടെ നടക്കും. പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേതെങ്കിലും ഒരു ദിവസം ഈ എക്സാമിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം വീക്കെൻഡിലാണ് നമ്മളെല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം എക്സാമിനേഷൻസ് സാറ്റർഡേയോ സൺഡേയോ എപ്പോഴെങ്കിലും ഒരു 3 അവർ കണ്ടെത്തിയിട്ട് ചെയ്താൽ മതി. അതിൻ്റെയൊക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റുകളും നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഒരു എക്സലൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. തീർച്ചയായിട്ടും 2026 ജെഇ എഴുതാൻ പോകുന്ന മാക്സിമം കുട്ടികളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. എത്രത്തോളം സ്റ്റുഡൻസ് പങ്കെടുക്കുന്നോ അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആക്കി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ വേണ്ടി സാധിക്കും. ഇനി പാർട്ട് ടെസ്റ്റിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് എക്സാമിൽ നമ്മൾ ഫിസിക്സിലെ +1 ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എന്ന് വിളിക്കാവുന്ന ടോപ്പിക്സ് ആണ്. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൽ തുടങ്ങി റൊട്ടേഷണൽ മോഷൻ വരെയുള്ള ടോപ്പിക്സ് ആണ് ഫിസിക്സിൽ നിന്നുണ്ടായിരിക്കാം. കെമിസ്ട്രിയിലും അതുപോലെ തന്നെ മോൾ കോൺസെപ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇക്വിലിബ്രിയം വരെയുള്ള ടോപ്പിക്സ് ആയിരിക്കും കെമിസ്ട്രിയിൽ. മാത്തമാറ്റിക്സിൽ ഒരു ബേസിക് മാത്തമാറ്റിക്സ് ലോഗരിതം സ്റ്റാർട്ട് ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വരെ ഉണ്ടായിരിക്കും. ഇനി പാർട്ട് 2ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി
+1 ഫിസിക്സിൻ്റെ ഗ്രാവിറ്റേഷൻ മുതൽ ഏറ്റവും അവസാനത്തെ തെർമോഡൈനാമിക്സ് ആൻഡ് KTG കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് വേവ്സ് ഓസിലേഷൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ IUPAC നോമൻക്ലേച്ചർ, ഓർഗാനിക് കെമിസ്ട്രി, ബേസിക്കലി ഓർഗാനിക് GOCയും അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺസിൻ്റെയും ഒരു സമ്മാനത്. മാത്തമാറ്റിക്സിൽ കോംപ്ലക്സ് നമ്പേഴ്സ് മുതൽ നമ്മുടെ കോണിക് സെക്ഷൻസ് വരെ ഉണ്ടായിരിക്കും. ഇതാണ് പാർട്ട് 2 ഉണ്ടായിരിക്കുക. ഇനി പാർട്ട് ടെസ്റ്റ് 3ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് അഗെയിൻ സെക്കൻഡ് ഇയർ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ഹാഫ് ഏകദേശം ഉണ്ടെന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞ് കെമിസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻസ് മുതൽ P ബ്ലോക്ക് വരെ. P ബ്ലോക്ക് നമുക്കറിയാം JEE മെയിൻ്റെ സിലബസിൽ P ബ്ലോക്കിന് ഒരു പാർട്ട് ഉണ്ട്, അപ്പോൾ നമുക്കത് പഠിച്ചേ പറ്റൂ. ഇനി മാത്തമാറ്റിക്സിലാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻസ് മുതൽ ഡിറ്റർമിനൻസ് ആൻഡ് മെട്രീസസ്, അത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ടാകും, ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി. സോ ബേസിക്കലി കാൽക്കുലസിലെ ഡിഫറൻസിയേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പാർട്ടിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി പാർട്ട് 4ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിലെ ലാസ്റ്റ് ചാപ്റ്റേഴ്സ്, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് മോഡേൺ ഫിസിക്സും സെമി കണ്ടക്ടേഴ്സും അതുപോലെ തന്നെ വേവ് ഒപ്റ്റിക്സ് ഒക്കെ. ആഫ്റ്റർ ദാറ്റ് കെമിസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ അഗെയിൻ ഓർഗാനിക് കെമിസ്ട്രി, ഹാലോ ആൽക്കീൻസ്, ആൽക്കഹോൾ, ഫിനോളിൽ തുടങ്ങി ബയോമോളിക്യൂൾസ് വരെ അതിലുണ്ടായിരിക്കും. മാത്തമാറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ കാൽക്കുലസിൻ്റെ കൂടെ വെക്ടേഴ്സ് ആൻഡ് 3D പ്ലസ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഏറ്റവും അവസാനമാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ പാർട്ട് ടെസ്റ്റ് 4ൽ ഉണ്ടായിരിക്കുക. ആൻഡ് ബാക്കി ഈ 4 എക്സാമുകൾ കഴിഞ്ഞാൽ പിന്നെ മുഴുവനായിട്ട് എന്താണ്, ഫുൾ മോഡൽ എക്സാമുകളാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ല നമ്പർ ഓഫ് കുട്ടികൾ ജോയിൻ ചെയ്തു, നല്ല റിസൾട്ടും ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. എക്സാമിൻ്റെ JEE സ്പ്രിൻ്റ് ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ വെറും 2000 rupees. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്ത ആളുകളെ നമ്മുടെ ടീം നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കും, കോൺടാക്ട് ചെയ്യും, ഇമെയിൽ ID ഒക്കെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. JEE സ്പ്രിൻ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ആക്സസ് തരുന്നതായിരിക്കും. സോ കഴിഞ്ഞ വർഷം എഴുതി നല്ല പെർസെൻറ്റേജ് വാങ്ങിയ ആളുകളുടെ റിസൾട്ട് ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും സെൻറ്ററിൻ്റെ പാർട്ടായിരിക്കാം, സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആളുകളായിരിക്കാം, അതുപോലെ തന്നെ മേ ബി നിങ്ങൾ പോകുന്നിടത്ത് അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം സീരീസ് ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരാം. ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, ജോയിൻ ചെയ്തോളൂ. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ കൂടെ JEE ആസ്പയർ ചെയ്യുന്ന കുട്ടികളെയും കൂടെ കൊണ്ടുവരിക. എല്ലാവരും ഒരുമിച്ച് വേണ്ടി ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. സോ JEE 2026 എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു 99% ക്രോസ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. XNY ലേണിംഗ് ടീമിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവർക്കും ഞാൻ ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.